അവരുടെ വാദം ഇവിടെ പ്രചരിപ്പിച്ചു. അതിന് ഇന്ത്യയിലുള്ള കുറെ ആളുകൾ ഏറ്റുപിടിച്ച് സഹാബാക്കളെ വിമർശിക്കുക, ഖുർആനിനെ വിമർശിക്കുക, ഇതൊക്കെയായിരുന്നു അവരുടെ ജോലി. അതാണ് ഇവിടെ പ്രചരിപ്പിച്ചത്. ഖുർആൻ ശരിയായ നിലയിൽ മനസ്സിലായില്ല എന്ന്. അതുപോലെ സഹാബാക്കൾ മോശക്കാരാണെന്ന്. എത്രത്തോളം മോശക്കാരാണെന്ന് പറഞ്ഞു. മുആവിയ റളിയല്ലാഹു അൻഹുവിനെ ഞാൻ നഖല് ചെയ്യാൻ തന്നെ എനിക്ക് പേടിയാകുക, എന്നാലും മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്, മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയുന്നതാണ്. മുആദ് റളിയല്ലാഹു അൻഹു വലിയ അക്രമിയായിരുന്നുവെന്നും അദ്ദേഹം അക്രമത്തിന്റെ പേരിൽ മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കി കാഫിറായി മഅദല്ലാഹ് പറയാൻ നാക്കുകൊണ്ട് പറയാൻ കൊള്ളൂല. ഇങ്ങനെ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് കുറ്റപ്പെടുത്തി മോശമാക്കി ഷിയാക്കൾ. ഈ ഷീഇയ്യത്തിനെ ഏറ്റുപിടിച്ചു ഇവിടെ ചില ആളുകൾ. അബുൽ അല മൗദൂദി സാഹിബിനെ ഏറ്റുപിടിച്ചു. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിൽ അദ്ദേഹം എഴുതി, സഹാബാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുഹബത്ത് അവർക്ക് കിട്ടിയെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദീർഘകാലം അവരെ പാടുപെട്ട് പരിശ്രമിച്ച് നല്ലവരാക്കാൻ വേണ്ടി ശ്രമിച്ച് തങ്ങൾ ഒരുപാട് പണിപ്പെട്ടെങ്കിലും അവരിൽ മനുഷ്യ സഹജമായ ദുർഗുണങ്ങളും മോശമായ പ്രവണതകളും അവരിൽ ഉണ്ടായിരുന്നു. അത് മാറ്റിയെടുക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് അവർ മോശക്കാരാണ്. അവരെ അങ്ങനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റുകയില്ല. സഹാബാക്കളെ കുറിച്ച് വിമർശിച്ച് എഴുതിയിട്ടുണ്ട്. മൗദൂദി സാഹിബിന്റെ പുസ്തകങ്ങൾ പരിശോധിച്ച് നോക്കുകയും തഫ്ഹീമുൽ ഖുർആൻ, തഫ്ഹീമാത്ത് ഇലാഹിയ, ഖിലാഫത്ത് മുലൂക്കിയ്യത്ത്, ഇതുപോലത്തെ പുസ്തകങ്ങളൊക്കെ വായിച്ചു നോക്കുക. ഇതിലെല്ലാം സഹാബാക്കളെ കുറിച്ച് പറഞ്ഞ വിമർശനം. ഞാൻ ഇതെല്ലാം എടുത്തു പറയാൻ സമയമില്ലാത്തതുകൊണ്ട് അതിലേക്കൊന്നും പോകുന്നില്ല. ഈ അഭിപ്രായങ്ങൾ ഷിയാക്കാരുടെ അഭിപ്രായങ്ങൾ വെച്ച് ഇവർ ഏറ്റുപിടിച്ചു. വേറെയും ചില ആളുകൾ ഇതെല്ലാം എഴുതി ഇവിടെ പ്രചരിപ്പിച്ചു. മൗദൂദി സാഹിബ് സഹാബാക്കളെ മാത്രമല്ല അവസാനം പിടിച്ചു നബിമാരെയും കയറി പിടിച്ചു. ആദം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് വിമർശിച്ചെഴുതി. നൂഹ് നബി അലൈഹിസ്സലാമിനെ കുറിച്ച് മകന് വേണ്ടി അള്ളാഹുവിന്റെ അടുക്കൽ സഹായം ചോദിച്ചതിനെ കുറിച്ച് വിമർശിച്ചെഴുതി. ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ തീരുമാനം വിധി പറഞ്ഞതിനെ കുറിച്ച് തെറ്റായി ചിത്രീകരിച്ചു. യൂസുഫ് നബി അലൈഹിസ്സലാം ഭരണം ചോദിച്ചത് ഇജഅൽനി അലാ ഖസാഇനിൽ അർദ് എന്ന് പറഞ്ഞത് വെറും സമ്പത്ത് മാത്രമല്ല ചോദിച്ചത്, ഖജാൻജിയാക്കാനല്ല പറഞ്ഞത്, ഭരണം മുഴുവൻ എനിക്ക് വിട്ടുതന്ന് ഇയാൾ മാറണമെന്നാ പറഞ്ഞത്, അത്യാഗ്രഹമായിരുന്നു, കൊതിയായിരുന്നു എന്ന് പറഞ്ഞു. ഉഹദിൽ പരാജയമുണ്ടാകാൻ കാരണം സഹാബാക്കൾ സമ്പത്ത് കൊതിച്ച് ഓടിയതിന്റെ പേരിലാണെന്ന് പറഞ്ഞു. ഇങ്ങനെ പലതും വഴി. ഇതൊക്കെ തഫ്ഹീമുൽ ഖുർആനിലും തഫ്ഹീമാത്ത് ഇലാഹിയ, ഖിലാഫത്ത് മുലൂക്കിയ്യത്ത് എന്നുള്ള പുസ്തകങ്ങളിലൊക്കെ വളരെ വ്യക്തമായ നിലയിൽ എഴുതിയിട്ടുള്ളതാണ്. നിങ്ങൾ പരിശോധിച്ചു നോക്കുക. എന്ന് മാത്രമല്ല, 4 വാക്കുകൾ, ദീനിന്റെ 4 വാക്കുകൾ, റബ്ബ്, ഇലാഹ്, ദീൻ, ഇബാദത്ത്, ഈ 4 പദങ്ങൾ, 4 ബുനിയാദി ഇസ്തിലാഹ്. മൗദൂദി സാഹിബ് പുസ്തകം എഴുതിയിട്ടുണ്ട്. ഈ 4ന്റെയും അർത്ഥം 13 നൂറ്റാണ്ട് വരെ ആർക്കും മനസ്സിലായിട്ടില്ല, ശരിയായിട്ട് മനസ്സിലായിട്ടില്ല. ഖുർആൻ ഇറങ്ങുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സഹാബാക്കൾക്ക് മനസ്സിലാകാൻ പാകത്തിനാ പറഞ്ഞത്. അവർ അറബികളായിരുന്നത് കൊണ്ട് അവർക്ക് ഇലാഹ, റബ്ബ്, ദീന, ഇബാദത്ത് എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് അതിന്റെ അർത്ഥം അവർക്ക് മനസ്സിലായി. അവർ ശരിക്കും മനസ്സിലാക്കിയിരുന്നു. പക്ഷെ പിന്നീടുള്ള കാലങ്ങളിൽ ഇത് ആർക്കും മനസ്സിലായില്ല. അതിന്റെ അർത്ഥം വളരെ ചുരുങ്ങിപ്പോയി, ഹ്രസ്വമായി പോയി, വളരെ ഇടുങ്ങിപ്പോയി. പിന്നെ ഇപ്പോഴാണ് എനിക്കാണ് മനസ്സിലായത്, വിശാലത ഉണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അത് ഈ 13 നൂറ്റാണ്ടിലും ഈ പറഞ്ഞ ആളുകൾ, ഇമാമിയങ്ങൾ, മുജ്തഹിദീങ്ങൾ, താബിഈങ്ങൾ, അഇമ്മത്ത്, ഫുഖഹ, മുഫസ്സിരീൻ, മുഹദ്ദിസീൻ, അല്ലാഹുവിന്റെ ഔലിയാക്കളായ കോടിക്കണക്കിന് ആളുകൾ, ഇവർക്ക് ആർക്കും ഇതൊന്നും മനസ്സിലായില്ല. അപ്പൊ മൗദൂദി സാഹിബിനാ മനസ്സിലായി. ഇതിന്റെ വിശദീകരണം സയ്യിദ് അബുൽ ഹസൻ അലി നദവി റഹിമഹുല്ലാ ഈ 4നെ കുറിച്ചും വിശദമായ നിലയിൽ ഇയാൾക്ക് പറ്റിയ തെറ്റെന്താണ്, എന്താണ് ശരിയെന്ന് എഴുതിയിട്ടുണ്ട്. പുസ്തകം. അതുപോലെ അദ്ദേഹത്തിന്റെ ഈ തെറ്റായ വാദങ്ങൾക്കെല്ലാം മറുപടി പറഞ്ഞ് മൗലാന മൻസൂർ നുഅ്മാനി അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഞാൻ കുറെ കാലം ഇദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ കൂടിയതായിരുന്നു, പക്ഷെ പിന്നീട് ഇദ്ദേഹത്തിന്റെ വഴി തെറ്റിപ്പോയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്മാറിയെന്ന്. മൗലാന മൗദൂദി കെ സാത്ത് മേരി റിഫാഖത്ത് കി സർഗുസിസ് ഔർ മേരാ മൗഖിഫ്. ഈ പുസ്തകങ്ങളൊക്കെ ആലിമീങ്ങൾ വായിച്ചു നോക്കിക്കൊള്ളി. വായിച്ചു നോക്കി ഇതൊക്കെ മനസ്സിലാക്കുക. ആരെക്കുറിച്ച് ഈ ഷിയാക്കള് സഹാബാക്കളെ കുറിച്ച് ഇത്രയും മോശം പറഞ്ഞ് ചിത്രീകരിക്കുകയും അതിന്റെ കൂട്ടത്തിൽ ഈ ആളുകൾ, ഈ മൗദൂദി സാഹിബും മറ്റുമൊക്കെ ചേർന്ന്, നമ്മുടെ ഇടയിലും അങ്ങനത്തെ ആളുകളുണ്ട്, ഇവരെല്ലാം ചേർന്ന് പറഞ്ഞത് സഹാബാക്കളെ കുറിച്ച് മനസ്സിലാക്കാൻ എന്താണ് നമ്മുടെ മാനദണ്ഡം? ആരെങ്കിലും ചരിത്രത്തിൽ എഴുതി വെച്ചതാണോ?
ആരെങ്കിലും പറഞ്ഞതാണോ? മൗദൂദി സാഹിബ് പറയുന്നതാണോ? അല്ലെങ്കിൽ അതിനേക്കാൾ കൂടി ആരെങ്കിലും പറഞ്ഞതാണോ? ആര് പറഞ്ഞ വാക്കും നമുക്ക് പ്രശ്നമല്ല. സഹാബാക്കളെ കുറിച്ച് മനസ്സിലാക്കാൻ നമ്മൾ ആധാരമായി കണക്കാക്കേണ്ടത് പരിശുദ്ധമായ ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹാബാക്കളെ കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഖുർആനിന്റെ എത്ര ആയത്തുകളിൽ അല്ലാഹു പറഞ്ഞു തരുന്നു, വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഉഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറളു. സഹാബാക്കളെ കുറിച്ച് അല്ലാഹു പറയുന്നു, അവർ ആരുമായിക്കോട്ടെ എന്തുമായിക്കോട്ടെ, നിങ്ങളുടെ മുമ്പിൽ അവർ പലതും ചെയ്തതായിട്ട് നിങ്ങൾക്ക് തോന്നുമായിരിക്കാം, അതൊക്കെ എപ്പോഴോ ചെയ്തതായിക്കോട്ടെ, പക്ഷെ അവർ എനിക്ക് തൃപ്തരാണ്, ഞാൻ അവരെ കുറിച്ച് തൃപ്തിപ്പെട്ടുവെന്ന് അല്ലാഹു ഖുർആനിൽ പറയുന്നു. നമ്മൾ ഇന്ന് ഓതിക്കൊണ്ടിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹാബാക്കളെ കുറിച്ച് പറഞ്ഞു, ഉലൈക ഹുമുൽ ഫായിസൂൻ ഉലൈക ഹുമുസ് സാദിഖൂൻ ഉലൈക ഹുമുർ റാഷിദൂൻ ഉലൈക അല്ലദീന അംതഹനല്ലാഹു ഖുലൂബഹും ലിത്തഖ്വ ഉലൈക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹാബാക്കളെ കുറിച്ച് പറയുക, അവർ വിജയിച്ചവരാണ്, നേർവഴി പ്രാപിച്ചവരാണ്, അവർ സത്യസന്ധന്മാരാണ്, അവരുടെ ഈമാനിനെ അല്ലാഹു പരിശോധിച്ച് ഉറപ്പുവരുത്തി എല്ലാവരുടെ മുമ്പിലും അവരെ സത്യസന്ധന്മാരായി പ്രഖ്യാപിക്കുന്നു. അവർ അവരുടെ ഹൃദയത്തെ അല്ലാഹു തആല തഖ്വയ്ക്ക് വേണ്ടി ഉറപ്പിച്ച് പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. എത്ര ആയത്തുകളാണ് ഇങ്ങനെ, എത്രയോ ആയത്തുകൾ. ഇനി അവരിൽ നിന്ന് എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ട് എന്ന് നമ്മുടെ മുമ്പിൽ വരുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല പരസ്യമായിട്ട് പറഞ്ഞു. അല്ലാഹു തആല മുഹാജിരീങ്ങളുടെയും സൻസാരികളുടെയും എല്ലാം തൗബ സ്വീകരിച്ച് പാപം പുറത്തു കൊടുത്തു. ലഖദ് താബല്ലാഹു അലൻ നബിയ്യി വൽ മുഹാജിരീൻ والأنصار الذين اتبعوه في ساعة العسرة من بعد ما كاد يزيغ قلوب فريق منهم ثم تاب عليهم ليتوبوا. ചില സഹാബാക്കളെ കുറിച്ച് വ്യക്തമായ നിലയിൽ അവരുടെ തൗബ അല്ലാഹു താമസിപ്പിച്ചു വെച്ചു. തബൂക്കിൽ പങ്കെടുക്കാൻ എന്തോ വിസമ്മതം പ്രകടിപ്പിച്ചതിന്റെ പേരിൽ അവർ പോകാതിരുന്ന ഒരു അബദ്ധം സംഭവിച്ചതിന്റെ പേരിൽ 50 ദിവസത്തോളം അവരുടെ തൗബ സ്വീകരിക്കാതെ അല്ലാഹു താമസിപ്പിച്ചു വെച്ചു. അവസാനം അല്ലാഹു പറഞ്ഞു, ആ 3 പേരുടെ തൗബയും അല്ലാഹു സ്വീകരിച്ചു. ഇങ്ങനെ സഹാബാക്കളെ പൊതുവായിട്ടും ഓരോരുത്തരെയായിട്ടും എണ്ണി എണ്ണി പ്രത്യേകം അല്ലാഹു തആല പറഞ്ഞു നമുക്ക് തരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, എന്റെ സഹാബാക്കളെ നിങ്ങളൊന്നും പറഞ്ഞേക്കരുത്, അവരെ കുറ്റം പറയാൻ നിങ്ങൾ യോഗ്യരല്ല, അവരെ എന്തെങ്കിലും പറയുമ്പോൾ നിങ്ങൾ അല്ലാഹുവിനെ പേടിച്ചോളണം. അല്ലാഹു ഫീ അസ്ഹാബി ലാ തത്തഖിദൂഹും ഖറളൻ മിൻ ബഅദി ഫമൻ അഹബ്ബഹും ഫബിഹുബ്ബി അഹബ്ബഹും വമൻ അബ്ഗളഹും ഫബിബുഗ്ളി അബ്ഗളഹും. സഹാബാക്കളെ ചീത്ത പറയുന്നത് സൂക്ഷിച്ചോളണം, വളരെ സൂക്ഷിച്ചോളണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുക, കാരണം സഹാബാക്കളെ ദേഷ്യപ്പെടുന്നവർ എന്നോടുള്ള ദേഷ്യത്തിന്റെ പേരിലാണ്. ആരെങ്കിലും സഹാബാക്കളെ ദേഷ്യപ്പെട്ടാൽ മൻ അബ്ഗള അസ്ഹാബി ഫഖദ് ആദാനി വമൻ ആദാനി ഫഖദ് ആദല്ലാഹ്. എന്റെ സഹാബാക്കളോട് ആരെങ്കിലും ദേഷ്യം വെച്ചാൽ, അവരെ ആക്ഷേപിച്ചാൽ, കുറ്റം പറഞ്ഞാൽ അവൻ എന്നെ ഉപദ്രവിച്ചവനാണ്, എന്നെ ഉപദ്രവിച്ചവൻ അല്ലാഹുവിനെ ഉപദ്രവിച്ചവനാണ്, അല്ലാഹുവിനെ ഉപദ്രവിച്ചവനെ അല്ലാഹു വെറുതെ വിടുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഇദാ റഅയ്തുമുൽ ലദീന യസുബ്ബൂന അസ്ഹാബി ഫഖൂലു ലഅനത്തുല്ലാഹി അലാ ശർരികും. എന്റെ സഹാബാക്കളെ ആക്ഷേപിക്കുന്നവരെ നിങ്ങൾ ആരെയെങ്കിലും കണ്ടാൽ നിങ്ങൾ പറഞ്ഞേക്കിൻ, നിങ്ങളിൽ ഏറ്റവും മോശക്കാരുടെ മേൽ അല്ലാഹുവിന്റെ ശാപം ഉണ്ടാകട്ടെ എന്ന് പറയാം. സഹാബാക്കളെ ആക്ഷേപിക്കുന്നവരെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒന്ന് അവർ ഏറ്റവും മോശക്കാരാണെന്നും ഏറ്റവും ശർറ് നിറഞ്ഞവരാണെന്നും അവരുടെ മേൽ ലാനത്തുണ്ടാകട്ടെ എന്ന് പറഞ്ഞേക്കാൻ. ആളുടെ പേരൊന്നും പറഞ്ഞ് ഒറ്റയ്ക്ക് പറയാൻ നിൽക്കണ്ട, മൊത്തത്തിൽ പറഞ്ഞുതരാം. ഇദാ റഅയ്തുമുൽ ലദീന യസുബ്ബൂന അസ്ഹാബി ഫഖൂലു ലഅനത്തുല്ലാഹി അലാ ശർരികും. അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലിയ ഉയർന്ന ഹദീസുകളിൽ ഇത്രയും കാര്യങ്ങൾ നമുക്ക് വിവരിച്ച് പറഞ്ഞു തന്നിട്ട് സഹാബാക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ദീനിനെ നിലനിർത്താൻ വേണ്ടി അല്ലാഹു പ്രത്യേകം തെരഞ്ഞെടുത്ത് നബി തങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടിയതാണ്. സഹാബാക്കൾ വന്നു ചേർന്നതല്ല. ഇഖ്താറഹുമുല്ലാഹു ലിസുഹ്ബത്തി നബിയിഹി വ ഇഖാമത്തി ദീനിഹി ഫഅരിഫു ലഹും ഫളലഹും. അവരുടെ മഹത്വം നിങ്ങൾ മനസ്സിലാക്കണം. ഇതൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ട് ആരെങ്കിലും എഴുതി വെച്ച പുസ്തകത്തിൽ പിന്നീട് വന്ന ഏതോ ഷിയാക്കാർ എഴുതി വെച്ചേക്കുന്നത് കണ്ടിട്ട് നമ്മൾ സഹാബാക്കളെ കുറിച്ച് വിലയിരുത്താൻ നിന്നാൽ ആരാ തെറ്റായ ആളുകൾ? ഞാൻ ആദ്യമേ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 2 കാര്യങ്ങൾ ഞാൻ നിങ്ങളിൽ വിട്ടിട്ട് പോകുന്നു, അത് മുറുകെ പിടിച്ചാൽ നിങ്ങൾ വഴിതെറ്റുകയില്ല. ഏതാ? പരിശുദ്ധമായ ഖുർആൻ, കിതാബുല്ലാഹ് വ സുന്നത്തു റസൂലി. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ്, അല്ലാഹുവിന്റെ ഖുർആൻ, ഇത് നമ്മളുടെ മുമ്പിൽ ഇരുന്നിട്ട് അത് വിട്ടിട്ട് വേറെ ആരെങ്കിലും എഴുതിയത് നമ്മൾ ചെയ്യാൻ പോയാൽ നബിതങ്ങൾ പറഞ്ഞു നിങ്ങൾ വഴിതെറ്റിപ്പോയി എന്ന്, നബിതങ്ങൾ പറയുന്നു നിങ്ങൾ വഴിതെറ്റി
വഴിതെറ്റിപ്പോയി എന്ന്. പിന്നെ ആര് പറയണം? പിന്നെ ആധുനിക കാര്യങ്ങൾ പറഞ്ഞ് അഖലിന് ബുദ്ധിക്ക് യോജിക്കുന്നതല്ല ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞ് നമ്മുടെ സർ സയ്യിദ് അഹമ്മദ് ഖാനെ പോലെ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി സ്ഥാപിച്ച സ്ഥാപകനെ പോലെയൊക്കെ ചില കാര്യങ്ങൾ വിമർശിച്ചു. അവർ ഈ ലണ്ടനിലും യൂറോപ്പിലുമൊക്കെ പോയി പഠിച്ചിട്ട് വന്നപ്പോൾ അവർക്ക് ഭൗതികമായ നിലയിൽ ചിന്തിച്ചു നോക്കുമ്പോൾ ഇസ്ലാമിന്റെ നിയമങ്ങൾ അവരുടെ ബുദ്ധിക്ക് ഒക്കുന്നില്ല. അല്ലാമ അൻവർ ഷാ കശ്മീരി റഹ്മത്തുള്ളാഹി ഒരു സന്ദർഭത്തിൽ പറഞ്ഞു, പരിശുദ്ധമായ ദീനിന്റെ മുഴുവൻ നിയമങ്ങളും മനുഷ്യന്റെ ബുദ്ധിക്ക് നിരക്കുന്നത് തന്നെയാണ്. പക്ഷെ നമുക്ക് അത്രയും ബുദ്ധി വേണം. നമ്മുടെ ബുദ്ധി അവിടെ എത്തിയില്ല എന്ന് പറഞ്ഞ് നമ്മൾ നിഷേധിക്കാൻ പറ്റുമോ? നമ്മൾ ആശുപത്രിയിൽ പോയി തലവേദനയായിട്ട് ആശുപത്രിയിൽ പോയപ്പോ തലവേദനയ്ക്ക് നമ്മൾ മരുന്ന് മേടിക്കാൻ പോയപ്പോൾ ഡോക്ടർ മരുന്ന് കുറിച്ചത് നമുക്ക് ഉറങ്ങാൻ വേണ്ടി മരുന്ന് കുറിച്ചത്. അപ്പൊ നമ്മളെന്ത് പറയും? ഇയാൾ എന്ത് ഡോക്ടർ, അയാൾക്ക് വല്ലതും അറിയാവോ? എനിക്ക് തലവേദന എടുത്ത് തല പൊളിഞ്ഞിട്ടാണ് ഞാൻ മരുന്ന് മേടിക്കാൻ ചെന്നത്. തലവേദനയ്ക്ക് പുരട്ടാനോ വേദന മാറാനോ ഉള്ള എന്തെങ്കിലും മരുന്ന് തരുന്നതിന് പകരം ഇയാൾ എന്നെ പിടിച്ച് കിടത്തി ഉറക്കാൻ വേണ്ടി ഉറങ്ങാനുള്ള മരുന്നാണ് നോക്കുന്നത്. നമ്മുടെ ബുദ്ധിക്ക് യോജിക്കൂ? എന്താ സംഭവം? ഡോക്ടർ വിവരങ്ങൾ അന്വേഷിച്ചപ്പോൾ അയാൾക്ക് ബോധ്യപ്പെട്ടു നമുക്ക് ഉറക്കം വരാതെ ഉറങ്ങാൻ സാധിച്ചിട്ടില്ല, അതിന്റെ പേരിൽ വന്ന തലവേദനയാണ്, നല്ലപോലെ ഒന്ന് ഉറങ്ങി തലവേദന മാറിക്കൊള്ളുന്ന അയാൾക്ക് മനസ്സിലായി. പക്ഷെ നമ്മുടെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല. നമ്മുടെ ബുദ്ധിക്ക് നമുക്ക് ആവശ്യം തലവേദനയ്ക്കുള്ള മരുന്നാണ്. അപ്പൊ ആരെ ബുദ്ധിമാനെന്ന് പറയും? ഡോക്ടർ ബുദ്ധിമാനെന്ന് പറയോ? നമ്മൾ ബുദ്ധിമാനെന്ന് പറയോ? നമ്മുടെ ബുദ്ധിക്ക് യോജിച്ചില്ല എന്ന് പറഞ്ഞ് ഡോക്ടർ തരുന്ന മരുന്നാണെങ്കിലും കഴിക്കാതിരിക്കാറുണ്ടോ? എന്നതുപോലെ അള്ളാഹു നിശ്ചയിച്ച പരിശുദ്ധമായ ദീനിന്റെ നിയമങ്ങൾ നമ്മുടെ ബുദ്ധിക്കൊത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുദ്ധി അവിടെ എത്തിയില്ല എന്നർത്ഥം. നമ്മുടെ ബുദ്ധി അത് ചിന്തിച്ച് മനസ്സിലാക്കാനുള്ള പാകതയില്ല എന്നർത്ഥം. പരിശുദ്ധമായ ദീനിന്റെ നിയമങ്ങൾ പലതും ഒരുപാട് കാര്യങ്ങൾ മനുഷ്യരിങ്ങനെ വിമർശിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ബുദ്ധിപരമാണ്, ബുദ്ധിക്ക് പൂർണ്ണമായിട്ടും യോജിച്ചതാണ് എന്ന് മഹാന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. അല്ലാമ അഷ്റഫ് അലി ഥാനവി റഹ്മഹുല്ലാ അൽ മസാലിഹുൽ അഖ്ലിയ അൽ അദില്ലത്തുൻ നഖ്ലിയ എന്ന് പറഞ്ഞ കിതാബ് തന്നെ എഴുതിയിട്ടുണ്ട്. പരിശുദ്ധമായ ദീനിന്റെ നിയമങ്ങൾ ബുദ്ധിപരമാണ്, ബുദ്ധിക്ക് യോജിച്ചതാണ് എന്ന് അദ്ദേഹം സമർത്ഥിച്ചിട്ടുണ്ട്. കിതാബ് വായിച്ചു നോക്കിയിട്ടുണ്ട്. ഷിയാക്കാർ അവരുടെ വാദം ഇവിടെ പ്രചരിപ്പിച്ചു. അതിന് ഇന്ത്യയിലുള്ള കുറെ ആളുകൾ ഏറ്റുപിടിച്ച് സഹാബാക്കളെ വിമർശിക്കുക, ഖുർആനിനെ വിമർശിക്കുക, ഇതൊക്കെയായിരുന്നു അവരുടെ ജോലി. അതാണ് ഇവിടെ പ്രചരിപ്പിച്ചത്. ഖുർആൻ ശരിയായ നിലയിൽ മനസ്സിലായില്ല എന്ന്. അതുപോലെ സഹാബാക്കൾ മോശക്കാരാണെന്ന്. എത്രത്തോളം മോശക്കാരാണെന്ന് പറഞ്ഞു?